السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അമൽ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം, ഇതിനെ സംബന്ധിച്ചൊക്കെ മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരൊരുമിച്ച് ഇരുന്ന് സംസാരിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹു നൽകിയ നിഅമത്തുകളെക്കുറിച്ച്, വിജ്ഞാനപരമായ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ പറഞ്ഞു, ലൗ നഅലമു അയ്യുൽ അഅമാലി അഹബ്ബ ഇലല്ലാഹി ലഅമിൽനാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അവൻ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്ന അമൽ ഏതാണെന്ന് നമുക്ക് അറിയാൻ കഴിയുകയായിരുന്നുവെങ്കിൽ ലഅമിൽനാഹു, നമുക്കത് ചെയ്യാമായിരുന്നല്ലോ എന്ന് അവർ സംസാരമധ്യേ പറഞ്ഞപ്പോൾ, അപ്പോഴാണ് സൂറത്ത് സൊഫിലെ ആദ്യത്തെ 2 ആയത്തുകൾ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഹുവൽ അസീസുൽ ഹകീം യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ എന്നുള്ള 2 ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത്. ആകാശഭൂമികളിലുള്ള സർവ്വ വസ്തുക്കളും, മനുഷ്യനും ജിന്നുകളും അതുപോലെ തന്നെ മലക്കുകളും ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധിയും വിവേകശക്തിയും നൽകപ്പെട്ട എല്ലാ നിഅമത്തുകളും അനുഭവിച്ച് കഴിയുന്ന മനുഷ്യരാകുന്ന നാം എന്തായാലും മറ്റുള്ള വസ്തുക്കളെക്കാളെല്ലാം റബ്ബ് നൽകിയ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കേണ്ടവരാണ്, നന്ദി പ്രകടിപ്പിക്കേണ്ടവരാണല്ലോ. അതുകൊണ്ട് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അമൽ ഈ ആയത്തിലൂടെ അല്ലാഹു തആല ഉണർത്തിയത് റബ്ബിനെ പ്രശംസിക്കുക, അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുക, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇതിങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക, അല്ലാഹുവിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് സൂറത്തു സൊഫിലൂടെ ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇറക്കപ്പെട്ട ആയത്ത് ഞങ്ങൾക്ക് ഓതിത്തന്നു. ഇതിൽ ധാരാളം വിഷയങ്ങൾ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ പശ്ചാത്തലം വിശദീകരിച്ചപ്പോൾ നമ്മോട് പറഞ്ഞതായി കാണാൻ കഴിയും. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങളെന്തിനാണ് പ്രവർത്തിക്കാത്തത്, ചെയ്യാത്തത് പറയുന്നത്? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാളൊരു വിജ്ഞാനം പഠിച്ചാൽ, ഒരു അറിവ് പഠിച്ചാൽ അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അപ്പോൾ മുതൽ തന്നെ കൊണ്ടുവരണം. അതൊരിക്കലും പിന്നീട് മാറ്റി വെക്കരുത്. മറ്റുള്ളവരോട് അങ്ങനെ ഉപദേശിക്കുന്നു, മറ്റുള്ളവരോട് കാര്യങ്ങളൊക്കെ പറയുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതില്ല എങ്കിൽ അത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്. മുനാഫിഖിൻ്റെ അടയാളമായിട്ടാണ് മഹാന്മാരൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളത് വിശ്വാസികൾക്ക് കടമപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലാഹു തസ്ബീഹ് ചൊല്ലലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് നാം മനസ്സിലാക്കിയെങ്കിൽ പരമാവധി അല്ലാഹു തആലാക്ക് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നാം പഠിച്ച അമൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ റബ്ബിൻ്റെ വിധിവിലക്കുകൾക്ക് പൂർണ്ണമായും അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കാൻ കഴിയണം. അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം. ഇങ്ങനെയൊക്കെ റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിച്ച് അള്ളാഹുവിന് ഇഷ്ടത്തിലായി ജീവിച്ച് ആഖിബത്ത് നന്നായി ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെയും വലിയ തൗഫീഖും സൗഭാഗ്യവും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.